എസ് ഗ്രാനൈറ്റ്സിന്റെ പുതിയ ഷോറൂം കോഴഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എസ് ഗ്രാനൈറ്റ്സിന്റെ 30ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് കോഴഞ്ചേരിയിലും പുതിയ ഷോറൂം തുറന്നത്. വ്യാപാര സേവന രംഗത്ത് 3 പതിറ്റാണ്ട് പിന്നിടുന്ന എസ് ഗ്രാനൈറ്റ്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനി 30ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ ഷോറൂം കോഴഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഷോറൂമിന്റെ പ്രവർത്തനോദ്ഘാടന ചടങ്ങിലും വാർഷികാഘോഷങ്ങളിലും സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. യുഹാനോമോർ മിലിത്തിയോസ് മെത്രാപ്പോലിത്ത പുതിയ ഷോറൂമിന്റെ കൂദാശ നിർവഹിച്ചു. എസ് പ്രൊപ്പറേറ്റേഴ്സായ സാമുവേലും ഏലിയാമ്മ സാമുവേലും ചേർന്ന് ദീപം തെളിച്ചു. മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ കുറുക്കുവഴികൾ തേടുന്നവർക്ക് പെട്ടെന്ന് ചിലപ്പോൾ അല്പ ലാഭം ഉണ്ടായി എന്ന് വരാം. പക്ഷേ അവസാനം ഒരു പടുകുടിയിൽപ്പെടും, അവര് പരാജയപ്പെടും. അങ്ങനെയാണ് നിരവധി സ്ഥാപനങ്ങൾ ആരംഭിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് അത് അവസാനിക്കുന്നത്. ആരുടെ സുരക്ഷമായി വല്ലതൊക്കെ കാട്ടിക്കൂടും. വീണ ജോർജ് MLA മുഖ്യ അതിഥിയായിരുന്നു. ചടങ്ങിൽ കോഴഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനിഷ മോഹൻ അധ്യക്ഷത വഹിച്ചു. സാമൂഹിക പ്രവർത്തക ഡോക്ടർ MS സുനിൽ ചാരിറ്റി ഫണ്ട് വിതരണം ചെയ്തു. എസ് മാനേജിംഗ് ഡയറക്ടർ ബെഞ്ചമിൻ സാമുവേൽ സ്വാഗതം പറഞ്ഞു. വീണ്ടും ഞങ്ങൾ ഓഗസ്റ്റോടെ പരിഗണന ചവിട്ടി മൂന്നല്ലൂർ അമ്പലത്തിനടുത്ത് ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളായ കജേറിയ, സോനാലി, ഹിന്ദുക്കളുടെ എന്നീ കമ്പനികളുടെ ബ്രാൻഡ് ഷോറൂം തുടങ്ങുന്നതിന് സാധിച്ചു. വീണ്ടും പുത്തമ്പേടിക എന്ന് പറയുന്ന സ്ഥലത്ത് പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഗ്രാനൈറ്റിന്റെ ശേഖരവുമായിട്ട് ക്യാൻസറുടെ ഷോറൂമായിട്ട് അത് വിപുലീകരിച്ച് ഗ്രാനൈറ്റിന് മാത്രമായിട്ട് ഷോറൂം തുടങ്ങുന്നതിന് സാധിച്ചു. കോഴഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MR പ്രകാശ്, BJP ആറന്മുള നിയോജക മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് ഓമല്ലൂർ, വാർഡ് മെമ്പർ ജീമോൻ തുടങ്ങിയവർ സംസാരിച്ചു. എസ് അടുത്ത ഷോറൂം റാന്നിയിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി.